സംഗുരുഭ്യോ നമഃ. കരുണാരുണകല്ലോലകരുണാകരിതാത്മനി നരാനുഗ്രഹരൂപായ ഗുരവേ കുസുമാഞ്ജലി. ഏവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ശൃംഗി അച്ഛനായ ശമീക മഹർഷിയുടെ കഴുത്തിൽ കിടന്ന പാമ്പിനെ എടുത്തു കളയുന്നതും അവസ്ഥകൾ അദ്ദേഹത്തെ അറിയിക്കുന്നതുമാണ്. ഇന്നേഴാം നാൾ അഹീന്ദ്രനാം ദക്ഷകൻ കടിച്ചുടനെത്തുക മരണമെന്ന ക്ഷണം ശപിച്ചു ചെന്ന് അച്ഛനെ വണങ്ങുവാൻ കഴുത്തിൽ കിടക്കും കാകോദര ഗുണവം ചെറ്റ് അഴുക്കുപുരളാതെ എടുത്തു കളയുമ്പോൾ രമിച്ചു സമാധിസ്ഥനാകിയ ശമീകനും. അച്ഛൻ്റെ തോളിൽ കിടന്ന പാമ്പിനെ എടുത്തു കളഞ്ഞപ്പോൾ അദ്ദേഹം ഈശ്വരനിലായിരുന്ന അവിടുന്ന് തിരിച്ച് തൻ്റെ ശരീരത്തിലേക്ക് രമിച്ചു, ശരീരത്തിൽ ചേർന്നു. വീണ്ടും പഴയ അവസ്ഥയിൽ ആശ്രമത്തിൽ അദ്ദേഹം ഉണർന്നു, സമാധിയിൽ നിന്ന് ഉണർന്നു. സമചക്ഷുർഭ്യാമിച്ചു ഉടനെ നോക്കുന്നേരോ രണ്ട് കണ്ണും തുറന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ എന്തോ അസംഭവ്യമായത് സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തൻ്റെ മകൻ വളരെ ശക്തമായിട്ട് കരയുന്നുമുണ്ട്. നമസ്കാരവും ചെയ്തു തൊഴുതു നിവർന്നു സംഭ്രമിച്ച ആത്മജനെ കണ്ട് എന്തിതെന്നനുക്ഷണം ചോദിച്ച പിതാവിനോട് ഉണ്ടായ വൃത്താന്തങ്ങൾ ഖേദിച്ചങ്ങ് ഉണർത്തിച്ച വാണികൾ കേൾക്കായപ്പോൾ താപസപ്രവരനു പുത്രനോട് പുര ചെയ്താൾ. നീ പരമാർത്ഥഗ്രാഹിയല്ലെന്നു വന്നതിപ്പോൾ കേവലം സപ്തവ്യസനങ്ങളാൽ ഓരോവിധം ഭൂവരന്മാർക്ക് പരിഭ്രമങ്ങൾ ഉണ്ടായി വരും. സാധുക്കൾ അവയെല്ലാം അറിഞ്ഞു പൊറുക്കുന്നു. ക്രോധിച്ചു ശപിക്കുന്നത് ആചാരമല്ലീവണ്ണം. അച്ഛൻ ചോദിച്ചു ശൃംഗിയോട്, എന്താണ് ഉണ്ണി, എന്താണ് നിലവിളിക്കുന്നത്, എന്താണ് ഇവിടെ ഉണ്ടായത്? അപ്പോൾ പറഞ്ഞു, ഇതുകൊണ്ടൊക്കെ രാജാവ് വന്നു, അങ്ങയുടെ കഴുത്തിൽ ഒരു പാമ്പിനെ എടുത്തിട്ട് പോയതായിട്ട് കാണാൻ സാധിച്ചു. ഞാൻ ആ പാമ്പിനെ എടുത്ത് കളഞ്ഞു എന്ന് മാത്രമല്ല, അങ്ങയോട് സമാധിയിലിരിക്കുന്ന അങ്ങയോട് ഇപ്രകാരം ഒരു അവഹേളനം ചെയ്ത, ഒരു അനാദരവ് കാണിച്ച ആ വ്യക്തി ആരാണെങ്കിലും 7 ദിവസത്തിനകം ആ തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്ന് ഞാൻ ശപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശമീകൻ പറഞ്ഞു, അത് പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നീ പരമാർത്ഥത്തെ അറിയുന്നവനല്ല എന്ന് വന്നു. പരമാർത്ഥം അറിയുക എന്നുള്ളതാണല്ലോ ജീവന്റെ ലക്ഷ്യം. ഏതു വസ്തുതയായിരുന്നാലും, ഇനി അതല്ല ജീവനെ പറ്റിയായിരുന്നാലും, പരമാർത്ഥം എന്താണെന്ന് തിരിച്ചറിയണം. കാരണം പരമാർത്ഥം അറിഞ്ഞെങ്കിൽ മാത്രമേ ശരിയായ പാതയിൽ സഞ്ചരിച്ച് നമുക്ക് ജന്മസാക്ഷാത്കാരം സാധിക്കാൻ സാധിക്കൂ. ഇവിടെ കുട്ടി പരമാർത്ഥം എന്താണെന്ന് അറിഞ്ഞില്ല. കാരണം അവിടെ പറയാൻ കാരണം ചക്രവർത്തിമാർക്ക് 7 രീതിയിൽ അവർക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. സപ്തം വ്യസനങ്ങളാൽ ഓരോ വിധം ഭൂവരന്മാർക്ക് പരിഭ്രമങ്ങൾ ഉണ്ടായി വരൂ. നായാട്ട്, ചൂതുകളി, സ്ത്രീസേവ, മദ്യസേവ, വാക്പാരുഷ്യം, ദണ്ഡപാരുഷ്യം, അർദ്ധദൂഷണം, ഇങ്ങനെ 7 രീതിയിൽ ചക്രവർത്തിമാർക്കും അവരുടെ കർമ്മങ്ങളിൽ നിന്നും അവർക്ക് ഭ്രമമുണ്ടാകുമ്പോൾ അവർക്കും മാർഗഭ്രംശങ്ങൾ ഉണ്ടായി പോകാറുണ്ട്. അതറിഞ്ഞ് പ്രജകൾ അദ്ദേഹത്തെ ശപിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സാധുക്കളായിട്ടുള്ളവർ, അതിലും പ്രത്യേകിച്ച് ബ്രാഹ്മണരായിട്ടുള്ള സാധുക്കളെ ശപിക്കാൻ പാടില്ല. കാരണം ശാപം എന്നുള്ളത് ബ്രാഹ്മണന്റെ ലക്ഷണമല്ല. ബ്രാഹ്മണന് അനുജ്ഞയെ നൽകാനേ വിധിച്ചിട്ടുള്ളൂ. ശപിക്കുക എന്നുള്ളത് താമസ ബുദ്ധിയിലുള്ളവരുടെ കർമ്മമാണ്.
രജോ ഗുണത്തിലുള്ള കർമ്മമാണ് ആജ്ഞാപിക്കുക. ഇത് ഭാഗവതം മുന്നോട്ട് പോകുമ്പോഴും ഈ വാക്കുകളെ പ്രിന്റിങ്ങിൽ ചില മിസ്റ്റേക്ക് വന്ന് പല ഭാഗത്തും പ്രിന്റിങ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആജ്ഞയെ നൽകുന്നത് ക്ഷത്രിയ ഗുണം, ശപിക്കുന്നത് അല്ലെങ്കിൽ പ്രാകുന്നത് അല്ലെങ്കിൽ പുലഭ്യം പറയുന്നത്, അസഭ്യം പറയുന്നത്, ഇതൊക്കെ തമോ ഗുണത്തിൻ്റെ ലക്ഷണമാണ്. ആശീർവദിക്കുക എന്നുള്ള കർമ്മം മാത്രമേ ബ്രാഹ്മണന് അനുജ്ഞ നൽകി അനുഗ്രഹിക്കാൻ സാധിക്കും. ആജ്ഞാപിക്കാനും ശപിക്കാനും ഒന്നും ബ്രാഹ്മണന് അർഹതയില്ല, അവര് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ക്രോധിച്ചു ശപിക്കുന്നതാചാരമല്ലീവണ്ണം. ശപിക്കുന്നതേ ശരിയല്ല, മറിച്ച് ശപിച്ചതിലും വലിയൊരു തെറ്റുണ്ടായി. എന്താണ്? തെറ്റിന് അനുസരിച്ചുള്ള ശിക്ഷയായിരിക്കണം നൽകേണ്ടത്. ഇതങ്ങനെയല്ല. ഒരു പാമ്പിനെ എടുത്ത് ഒരാളെ കഴുത്തിലിട്ടു, അദ്ദേഹം പോവുകയും ചെയ്തു. പാമ്പും ചത്തതായിരുന്നുകൊണ്ട് അതും ആരെയും ഉപദ്രവിക്കുന്നില്ല. അപ്പോൾ അത് ചെയ്ത ഒരു ചെറിയ തെറ്റ് എന്ന രീതിയിൽ അതിന് തക്ക ശിക്ഷ കൊടുത്താൽ മതി. ഇതങ്ങനെയല്ല. ഏറ്റവും വലിയ തക്ഷകൻ തന്നെ വന്ന് ഉലകവർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള തക്ഷകൻ തന്നെ വന്ന് ദംശിക്കണമെന്നും അതോടുകൂടി ആ ജീവന് 7 ദിവസത്തിനകം മൃത്യു ഉണ്ടാകണമെന്നും ശപിച്ചത് വളരെ തെറ്റായിപ്പോയി. ഭഗവത് പ്രസാദവും നമുക്കില്ലെന്നല്ലീ ഭഗവത് ഭക്തനായ നൃപനെ ശപിക്കയാൽ. ഭഗവത് പ്രസാദവും നമുക്കില്ലെന്നല്ലീ വരുന്നു പുനരതുകൂടാതെ സന്തോഷിപ്പാൻ പരനായി കൊണ്ടു നമസ്കാരം എപ്പോഴും അങ്ങനെ രാജാവ് ഈശ്വരാംശമാണ്. പ്രത്യേകിച്ച് പരീക്ഷിത് ചക്രവർത്തിയാണ് വന്നുപോയത്. അദ്ദേഹം ഭഗവത് ഭക്തനുമാണ്. അങ്ങനെ ഭഗവത് ഭക്തനായ ഒരു രാജാവിനെ ശപിച്ചതുകൊണ്ട് ഈശ്വരകോപമുണ്ടാകും. അങ്ങനെയുള്ള ഈശ്വരകോപത്തിൽ നിന്ന് സാക്ഷാൽ ഈശ്വരൻ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവത് പാദാരവിന്ദങ്ങൾ ശമീകൻ നമസ്കാരം ചെയ്യുകയാണ്. നമസ്കാരം എപ്പോഴും നാഥ വിരിഞ്ഞീ വണ്ണം പറഞ്ഞിരുന്ന മഹാമുനി തിരിഞ്ഞ് ഗൗരമുഖനാകിയ ശിഷ്യോത്തമം വിളിച്ച് രഹസ്യമായി അരുൾ ചെയ്ത. പെട്ടെന്ന് ശമീകന് മഹർഷിക്ക് തോന്നി, ഈ വിവരം എന്തായാലും ചക്രവർത്തിയെ അറിയിക്കണം. ഗൗരമുഖൻ എന്നുള്ള ഒരു ശിഷ്യനെ വിളിച്ചു. ആ ശിഷ്യനാണ് കൊട്ടാരത്തിൽ ചെന്ന് ഇദ്ദേഹത്തിന് ഈ സന്ദേശത്തെ കൊടുക്കുന്നത്. മൂലം ഭാഗവതം അത് ശൃംഗിയെ തന്നെ അയച്ചു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും അങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥയും. എന്നിരുന്നാലും ഇവിടെ ഭഗവാൻ വേദവ്യാസൻ പറഞ്ഞ ഗൗരമുഖൻ, അതുകൊണ്ട് വേറൊരർത്ഥമുണ്ട്. സംഭവത്തിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കിയ മുഖത്തോടു കൂടിയവൻ എന്ന അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ തികച്ചും ശിഷ്യനായിട്ടുള്ള ശൃംഗിയെ തന്നെ അയച്ചു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഗൗരമുഖൻ എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരായിട്ട് കണക്കാക്കാൻ പാടില്ല, മറിച്ച് അച്ഛൻ പറഞ്ഞത് മനസ്സിലാക്കി താൻ ചെയ്ത തെറ്റിൻ്റെ ഗൗരവത്തെ അറിഞ്ഞ് അതിൽ പശ്ചാത്താപ വിവശനായി നിൽക്കുന്ന ശൃംഗി എന്ന് നമുക്ക് സങ്കല്പിക്കാം. രണ്ടായാലും ശൃംഗിയായിരുന്നാലും മറ്റൊരാളായിരുന്നാലും അവരൊക്കെയും ശമീകന്റെ ശിഷ്യർ തന്നെയാണ്. പുത്രനാണെങ്കിലും ശിഷ്യനാകാമല്ലോ. വേദവ്യാസന്റെ ശിഷ്യൻ കൂടിയാണല്ലോ ശ്രീശുക ബ്രഹ്മർഷി. അങ്ങനെ ആ ഗൗരമുഖനെ പറഞ്ഞു വിടുകയാണ്. അദ്ദേഹം കൊട്ടാരത്തിൽ ചെന്ന് ഇദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. ഗൗരമുഖനാകിയ ശിഷ്യോത്തമം വിളിച്ചു രഹസ്യമായി അരുളി ചെയ്തിടിനാൻ. ഇളച്ചീടരുത്, ഞാൻ പറയുന്നത് കേൾക്ക നീ. തിരിക്കുന്നിപ്പോൾ തന്നെ കുരുക്ഷേത്രത്തെ പ്രാപിച്ചിരിക്കും നൃപനോട്. ഈ അവസ്ഥയെല്ലാം ഭവാൻ പരക്കെ അറിയാതെ ചൊല്ലണം. നരവരൻ ധരിക്കും വണ്ണമോ എന്ന് അങ്ങ് അയച്ചോരളവൻ സുരശ്രേഷ്ഠാകാരം തോറ്റിരിക്കും പുരമ്പുക്ക്. നരശ്രേഷ്ഠനെ കണ്ടുണ്ടായ അവസ്ഥകളെല്ലാം ധരിപ്പിച്ചളവ് അവൻ തന്നെ താൻ സമ്മാനിച്ചങ്ങിരുത്തി നമസ്കരിച്ച് ഒരു പ്രത്യർത്ഥമോ ചൊന്ന. അടുത്ത ദിവസം അവലോകനം ചെയ്യാം.
സദ്ഗുരുഭ്യോ